കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സ്പ്രസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കോഴിക്കോടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഞാനും ശിവയുണ്ട്. ഓക്കെ, കോഴിക്കോടിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ മേൽപ്പഴനി എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്ക് വന്നിരിക്കുക കേട്ടോ. കുറ്റിക്കാട്ടൂർ മേൽപ്പഴനി. അപ്പോൾ ഇവിടെ മാവൂർ റോഡിലുള്ള ബസ് കയറിയിട്ട് കുറ്റിക്കാട്ടൂർ ഇറങ്ങുക, എന്നിട്ട് മേൽപ്പഴനി 6 മൈൽ വന്ന ബസ് സ്റ്റോപ്പ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ സമയമുണ്ട്, കാരണം ഇനിയിപ്പോൾ ശിവയുടെ വീട്ടിലേക്ക് പോകുന്നതിന് ഇത്തിരി സമയമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്പലം 12 മണി വരെ ഉണ്ട് പറഞ്ഞ് ഗൂഗിളിൽ കണ്ടു. വിളിച്ചു വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ബസ്സുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് വഴിക്കും. അടുത്ത് മീൻസ് ആ മെയിൻ റോഡിൽ ബസ്സുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ബസ് ഇറങ്ങി. ഇനി വേണമെങ്കിൽ ഓട്ടോയിൽ പോവാം, പക്ഷേ ഓട്ടോയിൽ വേണമെങ്കിൽ ഓട്ടോയിൽ പോവാം. ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ താഴെ നിന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുക. ഇതുണ്ടോ, നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. ഇറക്കവും കയറ്റമൊക്കെയാണ്. നല്ലൊരു സ്ഥലമാണ്. പിന്നെന്താ വെച്ചാൽ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വരണം, കാരണം നല്ലൊരു ഹെയർ പിൻ ബെൻഡ് പോലത്തെയൊക്കെ വളവാണ്. കണ്ടില്ലേ, നല്ലൊരു ഹെയർ പിൻ ബെൻഡ് പോലത്തെ വളവാണ്. രാവിലെ തന്നെ നല്ലൊരു ട്രക്കിംഗ് ആയിപ്പോൾ. അമ്പലം എത്തി തോന്നുന്നു. ഓക്കെ, ഒരു ആർച്ചൊക്കെ കാണുന്നുണ്ട്. നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴ മീൻസ് ചെറിയ ചാറ്റൽ മഴയായിരുന്നു. ഇപ്പം മഴയ്ക്ക് ഇത്തിരി ശക്തി കൂടുന്നുണ്ട്. അപ്പം ഇനി മേലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ, മേൽപ്പഴനിയിലെത്തി. ഭയങ്കര മഴയാണ്, ഭയങ്കര മഴ. അപ്പോൾ അതിപ്പോൾ മലേൻ്റെ മേലെ ആയതുകൊണ്ടാണോ നല്ല മഴ. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ മഴ കാരണം ഒന്നും കാണുന്നില്ല. കണ്ടോ, ഫുള്ളും മഴ അങ്ങനെ മൂടി നിൽക്കുകയാണ്. അത് കാരണം അമ്പലം കാണുന്നുണ്ട്, അമ്പലത്തിലൂടെ കയറിയിട്ടില്ല. ഇപ്പുറത്ത് ആൾക്കാർക്കൊരു സാധനങ്ങൾ വാങ്ങാനുള്ള കൗണ്ടറും ഒരു നടപ്പന്തൽ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ ഒരു അന്നദാന മണ്ഡപം കൂട്ടുപരിയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, വലിയൊരു ഗോപുരമുണ്ട് കേട്ടോ. മഴയില്ലായിരുന്നെങ്കിലേ കുറച്ചുകൂടി നന്നായിട്ട് കാണിക്കായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഈ മഴയുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കാൻ നിർവാഹമുള്ളൂ. ഓക്കെ, നോക്കാം. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും. മഴ പോവുകയാണെങ്കിൽ നല്ല വിഷ്വൽസ് കൂടി എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പോകുന്നൊരു വഴിയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ഫോറസ്റ്റ് റൂട്ട് പോലെ ഉണ്ട്. ഞങ്ങൾ പടികളൊക്കെ ഇറങ്ങി കുറേ താഴേക്ക് വന്നു ശരിക്കും. അപ്പോൾ ഇത് വേറെ റൂട്ടാണോ സംശയമുണ്ട്, കാരണം അമ്പലത്തിലേക്ക് വരാനുള്ള വേറൊരു റൂട്ടാണ് തോന്നുന്നു. അങ്ങോട്ട് ആൾക്കാരതാ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ മേലേക്ക് കുറേ പടികളും ഒക്കെ ഇട്ട് ഫുള്ളൊരു ഫോറസ്റ്റിൻ്റെ ഒരു അന്തരീക്ഷമാണ്. നല്ല മഴയും. ഓക്കെ, അമ്പലത്തിൻ്റെ പരിസരത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പറ്റില്ല. അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ താഴേക്കൊരു വഴി പോകുന്നുണ്ട്. ആഞ്ജനേയസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഇത് വേറൊരു റോഡാണ് കേട്ടോ. ഓക്കെ, ഇതാ ഓട്ടോറിക്ഷയൊക്കെ വരുന്നുണ്ട്. ഈ വഴിക്കും നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് മോളിൽ നിന്നുള്ള കുറച്ച് വീഡിയോസ് പറ്റുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ,
ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഈ അമ്പലത്തിലേക്ക് എപ്പോഴാണ് വരിക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നല്ല രസമുണ്ട്. എന്തായാലും വന്നപ്പോൾ നല്ലൊരു രസമുള്ള സംഭവം കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ വേറൊരു ഭാഗമാണ് ആക്ച്വലി. മഴ അധികം പെയ്യാത്തത് കൊണ്ട് വഴുക്കൽ കുറവാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താ ചെരുപ്പൊക്കെ ഇവിടെ മുടി വെട്ടുന്ന തിരക്കാണ്. ഇതാണ് അമ്പലത്തിൻ്റെ വേറൊരു വശം. ഇതൊരു കാനനപാത പോലെയാണ്. ഒരു ഗണപതി പാദവിനായകരുണ്ട്, എല്ലാം ഉണ്ട്. ഒരു പാലാഴി മഠം എന്ന് വന്നിട്ടൊരു സംഭവം. അങ്ങോട്ട് റോഡ് പിന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മഴ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വീഡിയോസ് കൂടി എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇത് മേൽപ്പഴനി അമ്പലത്തിൻ്റെ വ്യൂ കേട്ടോ. മഴ ആയതുകൊണ്ട് ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം പിന്നെ അങ്ങോട്ട് താഴേക്കൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ വ്യൂ. നമുക്ക് നല്ലൊരു ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. മഴ പെയ്യണതുകൊണ്ട് മലനിരകളൊക്കെ കാണുന്നുണ്ട്. കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടുമായിരിക്കും മഴയില്ലെങ്കിൽ. മഴയുള്ളതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ഞങ്ങളിവിടെ അന്നദാനം കഴിക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ടോക്കൺ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അന്നദാനം ഒന്ന് കഴിക്കാമെന്ന് വെച്ചു. ഭഗവാന്റെ പ്രസാദമല്ലേ, ഇത്രയും ദൂരം വന്നിട്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ വ്യൂ. ഓക്കെ, അപ്പം ഇനി ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് വേറെ വീഡിയോസ് എടുക്കാം. അപ്പോഴേക്കും മഴ ഒന്ന് കുറയട്ടെ. അന്നദാനത്തിൻ്റെ പറ്റിയ വീഡിയോ എടുക്കാം. ഓക്കെ, ഹലോ. ഇത് ആ അമ്പലത്തിൽ നിന്നേ നമുക്ക് കാണുന്ന വ്യൂ ആണ് കേട്ടോ. കോഴിക്കോടിൻ്റെ നല്ലൊരു ലാൻഡ്സ്കേപ്പ് വ്യൂ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്. ഓക്കെ, മഴ ആയതുകൊണ്ടാണ്. അതിൻ്റെ ബാക്കിൽ മലനിരകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഫോണിൽ അത്യാവശ്യം കാണുന്നുണ്ട്. അവിടെയാണ് അമ്പലം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിട്ടോ. വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. മഴ കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു തുള്ളി ഇടുന്ന കിട്ടും. വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഓക്കെ, ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഇനി ഓട്ടോറിക്ഷ ആണെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടും. പക്ഷേ വെറുതെ ഇനിയിപ്പോൾ കയറാൻ ഓട്ടോറിക്ഷ വിളിച്ചില്ല. ഇനിയിപ്പോൾ ഇറങ്ങാൻ ഓട്ടോറിക്ഷ വേണ്ട എന്നാണ് ശിവയുടെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങൾ നടന്നിറങ്ങുകയാണ്. അവിടെ മലയൊക്കെ ഇടിഞ്ഞിട്ട്, കുന്നൊക്കെ ഇടിഞ്ഞിട്ടേ. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു കുന്നിനെ ഇടിച്ചിട്ട് ഇങ്ങനെ റോഡാക്കിയതാണ്. കാട്ടുചെടിയില്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഞങ്ങൾ നേരെ കല്ലായിലേക്ക് പോവാണ്. ശിവയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം അവിടുന്ന് ചിലപ്പോൾ 1-2 റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കൂടി പോവും. പിന്നെ അവിടെ നിന്ന് നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാലക്കാട്ടിലേക്ക് 5:30-ക്കാണ് ട്രെയിന്. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഏകദേശം 1:30 മണിയായി. ഓക്കെ, അപ്പം നമ്മുടെ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് കുറച്ച് ഇതിൻ്റെ കാഴ്ചകളുടെ ഒരു വീഡിയോ ആയിപ്പോയി കൂടുതലും. കാരണം വേറൊന്നും ഞങ്ങൾക്ക് കാണാൻ ഉള്ള സമയം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് ബീച്ചിലൊക്കെ പോകാമെന്നൊക്കെയാണ്. പക്ഷേ അതിനൊന്നും നമുക്ക്
സമയം കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം മഴ ആയതുകൊണ്ട് ബീച്ചിലൊന്നും പോയിട്ട് കാര്യമില്ല. ബീച്ച് മാനാഞ്ചിറൊക്കെ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊക്കെ ഒഴിവാക്കി. ഓക്കെ, വണ്ടി വരുന്നുണ്ട്. ആ ഓക്കെ, അപ്പോൾ SS വ്ളോഗ്സിൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.